പൊങ്കലായിട്ട് ഒരു പുതിയ സ്ഥലത്ത് പോകുകയാണ്. നമ്മൾ ക്യാബ് പിടിച്ചാണ് പോകുന്നത്. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദക്ഷിണ ചിത്രയിലാണ്. ദക്ഷിണ ചിത്ര എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് മ്യൂസിയമാണ്. അവിടെ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ 4 സ്റ്റേറ്റ്സിൻ്റെയും എന്താ പറയുക കൾച്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് പൊങ്കലായത് കാരണം അവിടെ ഇന്ന് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൻ്റെ സൈഡിൽ പൊങ്കൽ ഫെസ്റ്റിവലും ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. ഇന്ന് വരെ ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇട്ടിട്ടുള്ള പൊങ്കൽ സ്പെഷ്യൽ കോലങ്ങളാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ സ്പെഷ്യൽ കോലം ഇട്ടിരിക്കുന്നത്. കണ്ടോ, രസമല്ലേ? അങ്ങനെ നമ്മൾ ദക്ഷിണ ചിത്രയിൽ എത്തിയിരിക്കുകയാണ് ഫൈനലി. ഈ മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുത്തിട്ടുള്ള ഫൗണ്ടേഷൻസിൻ്റെ പേരാണ് ഈ എൻട്രൻസിൽ ഈ ബോർഡിൽ ഇവർ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ചാർജസ് ഇങ്ങനെയൊക്കെയാണ്. മൊബൈൽ ക്യാമറയ്ക്ക് സ്പെഷ്യലായിട്ട് ചാർജസ് ഒന്നുമില്ല. ടിക്കറ്റ് എടുത്തിട്ട് പപ്പച്ചോ ഉണ്ട് ഇവിടെ. അപ്പോൾ പപ്പച്ചോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പപ്പച്ചോ കാണാം. 11 മണിക്കാണ് പപ്പച്ചോ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അത് കാണാൻ വേണ്ടി. தைப்பொங்கல் எல்லோரும் வருக வருக வரைக்கும் எல்லோருக்கும் என்னுடைய புதிய ஆண்டு பணிவார்ந்த என்னுடைய வணக்கம். വീക്കെൻഡ്സിൽ മാത്രമാണ് ഇവിടെ സാധാരണ പപ്പറ്റ് ഷോ നടക്കുക. പക്ഷേ ഇന്ന് പൊങ്കലായത് കാരണമാണ് സ്പെഷ്യൽ ഷോ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. பணிவார்ந்த வணக்கம். இது எண்ணி பாருங்க ராஜா, எண்ணி பாருங்க.
ഇതൊരു 15-20 മിനിറ്റുള്ള ഷോയാണ്. മുഴുവൻ പപ്പറ്റ് ഷോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഇടുന്നതായിരിക്കും. നമ്മുടെ കുട്ടി പട്ടാളമൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടോ. ഇപ്പം ഞങ്ങൾ പപ്പറ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അടുത്തിവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എല്ലാം നിറയെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസാണ് ഉള്ളത്. ബാഗ്, അതേപോലെ ഓർണമെൻറ്റ്സ്, ഫാൻസി ഐറ്റംസ് എല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ നമ്മുടെ ഓർഗാനിക് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ ചെട്ടിനാട് ഹൗസിലാണുള്ളത്. സെറ്റപ്പ് മുറിയടിക്കുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കാട്ടോ ഇവിടെ. You will get only 3 chance. Within the 3 chance you have to hit. 1 chance finished. You have 2 more chance. Behind the line, those who are giving close, you have to go behind. Do not enter inside the line.
everyone. Today we are celebrating Pongal festival. We have pot breaking and then gulapod ride. Those who like അടുത്തതായിട്ട് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം വന്നിരിക്കുകയാണ് ഫുഡ് ഫെസ്റ്റിവൽ. കേരള സ്റ്റോളിൽ നമ്മുടെ നാടൻ കപ്പയും മീൻകറിയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് ഒരു ഗോലി സോഡയും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. എന്താ ഗോലി സോഡ എന്ന് എനിക്കറിയില്ല, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അച്ഛൻ അതേസമയം സ്റ്റൈലായിട്ട് കപ്പയും മീൻകറിയും ഒക്കെ കേരള സ്റ്റോളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കുവാണ്. ഗോലി സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വാഷിൽ ഐസ് ഇട്ട് തരില്ലേ, ആ ഒരു ടൈപ്പ് സോഡ. ഇത് ഓറഞ്ച് ഫ്ലേവർ. അപ്പോൾ ഇതിനകത്തൊരു ഗോലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബോട്ടിലിൻ്റെ ക്യാപ്പിന് പകരമാണ് ഈ ഗോലി ഒരു സ്പെഷ്യൽ ആംഗിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണോ ഉള്ളത് അത് പുറത്ത് പോകത്തില്ല. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ആക്ച്വലി കപ്പയും മീൻകറിയും നമുക്കിവിടെ ഞാനധികം കിട്ടാത്തൊരു സംഭവമാണ്. കപ്പയൊന്നും നമ്മളവിടെ കിട്ടുന്ന പോലെ നല്ലത് കിട്ടുക.